പുതിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ പോവാണ്. എവിടാണെന്നല്ലേ, ചങ്ങനാശ്ശേരിയിൽ നാലുകോടി എന്ന് പറയുന്ന സ്ഥലത്ത് വെണ്ടക്കാല എന്ന് പേരുള്ള ഒരു ഷാപ്പിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു കള്ള് ഷാപ്പിൽ നിന്ന് അടിപൊളി ഒരു ഫുഡ് കഴിക്കാൻ നമ്മൾ പോവുകയാണ്. അപ്പോൾ കള്ള് ഷാപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും കള്ള് കുടിക്കാനാണ് പോകുന്നതെന്ന്. അല്ല, നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഫാമിലി റെസ്റ്റോറൻ്റ് ആണ് ഇത്. ചങ്ങനാശ്ശേരിയിൽ നാലുകോടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഷാപ്പ് നിലനിൽക്കുന്നത്. ഫാമിലിയായിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലമാണ് ചങ്ങനാശ്ശേരിയിലെ നാലുകോടിയിൽ വെണ്ടക്കാല എന്ന് പറയുന്ന കള്ള് ഷാപ്പ്. അപ്പോൾ കള്ള് ഷാപ്പ് എന്ന് പറയുമ്പോൾ കള്ള് മാത്രമല്ല, നല്ല അടിപൊളി ഫുഡ് ഇവിടെ കിട്ടും. നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇവിടെ കൂടുതലും പഴമയുടെ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഫാമിലിയായിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ചങ്ങനാശ്ശേരിയിൽ നാലുകോടി എന്ന് പറയുന്ന സ്ഥലത്താണ് വെണ്ടക്കാല ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത്. പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ആയാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പഴമയെ നമ്മളിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കാളവണ്ടി ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാളവണ്ടിയാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു റാന്തൽ വിളക്കും തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ പഴയ കാലത്തിനെ കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതൊക്കെ ആയാലും നമ്മുടെ പഴമകളെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമുക്കത് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴൊക്കെ പലയിടത്തും ഇതൊന്നും കാണാനേ കിട്ടാത്ത ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെടികളൊക്കെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഉച്ച സമയത്താണ് ഇവിടെ കൂടുതലും തിരക്ക് അനുഭവപ്പെടുന്നത്. നല്ലതായിട്ട് ഫുഡ് കഴിക്കാനാണ് ഫാമിലീസാണ് കൂടുതൽ വരാറ്. പിന്നെ സൈഡിലായിട്ട് വെണ്ടക്കാലയുടെ ഒരു ഹെലികോപ്റ്റർ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെണ്ടക്കാല എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. വെണ്ടക്കാല ഷാപ്പിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ്. പിന്നെ സൈഡിലായിട്ട് ഊഞ്ഞാലുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഊഞ്ഞാലൊക്കെ ആടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഫാമിലീസിന് വന്ന് ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ റൂമുകളാണ്. ഒരു 5 പേർക്കൊക്കെ വിശാലമായിട്ടിരിക്കാൻ പറ്റും. AC റൂമുകളാണ്. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് റൂമുകൾ ഉള്ളത്. ഇങ്ങനെ ഒരു റൂം കഴിഞ്ഞ് കുറച്ച് അടുത്ത റൂമുകൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് വേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉള്ള മുറികൾ പോലുള്ള സെപ്പറേറ്റ് ആയിട്ടൊരു വീട് പോലൊക്കെ അവർ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് പുറകിൽ റെയിൽവേ പാളമാണ്. റെയിൽവേയുടെ പാളം പോകുന്നുണ്ട്. ട്രെയിനൊക്കെ എപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലൊക്കെയാണ് സൈഡിൽ ഇതുപോലെ പഴയ രീതിയിൽ നമ്മൾ വീടൊക്കെ സെറ്റ് ചെയ്യുന്നത് പോലെ ഇങ്ങനെയുണ്ട് റൂമുകൾ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനത്തെ റൂമുകളിൽ നമുക്ക് സെലക്ട് ചെയ്യാം. വീട് പോലൊക്കെ ഓടൊക്കെ മേഞ്ഞിരിക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ വരുന്നവർക്ക് ആർക്കും പിന്നെ തിരിച്ചു പോകാനേ തോന്നാത്ത ഒരു സ്ഥലമാണ്. ഇതുപോലെ ചെറിയ ചെറിയ റൂമുകളായാലും മാറി മാറി സെപ്പറേറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവിധ പ്രൈവസിയും നമുക്ക് ഉള്ള ഒരു സ്ഥലമാണ്. അടിപൊളിയായിട്ടുള്ള പൂന്തോട്ടമുണ്ട്. ഇതുപോലെ പൂന്തോട്ടങ്ങളൊക്കെ അവർ നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ പാർക്കിംഗ് ആണ്. നല്ല വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു പ്ലേസാണ്. അപ്പോൾ ഫാമിലിയായിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റും. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ വൃത്തിയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ പരിസരമൊക്കെ നല്ല നീറ്റായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടാണ് അവരത് കെയർ ചെയ്ത് നല്ല സൂപ്പറായിട്ടാണ് വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. പിന്നെ മെയിൻ എൻട്രൻസ് ഇതാണ്. കയറി വരുമ്പോഴേ ഒരു നിലവിളക്കൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിളക്ക്, പറ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ ഹാളാണ്. അപ്പോൾ ഓപ്പണായിട്ട് വന്നിരുന്ന് സിംഗിളായിട്ട് കഴിക്കുന്നവർക്കൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഓപ്പണായിട്ടുള്ള ഹാളാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ട് വശത്താണ് ഇവരുടെ റിസപ്ഷനും. പിന്നെ അതിനപ്പുറത്താണ് ഫുഡ് ഉണ്ടാക്കുന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഇതിനകത്തും ഒരു നിലവിളക്കും കണിക്കൊന്നയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇരിക്കാൻ പറ്റുന്ന സോഫ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ്. നീറ്റ് പ്ലേസാണ്. നല്ല സൂപ്പറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല നീറ്റാണ്. ഒരു വൃത്തിഹീനമായ ഉള്ളതൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓടിക്കളിക്കാനും ഒക്കെ പാർക്ക് സൗകര്യങ്ങളായാലും എല്ലാം ഉണ്ട്. പിന്നെ ഇത് റെയിൽവേ പാളമാണ്. ട്രെയിനിൻ്റെ ശബ്ദം ഇങ്ങനെ എപ്പോഴും കേട്ടോണ്ടിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. അത് പുതിയൊരു അനുഭവമാണ്. പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ പുതിയൊരു അനുഭവമാണ്. അടിപൊളിയാണ്. എല്ലാവർക്കും വരാം. ഫാമിലി ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും വരാം. ഒരു പ്രശ്നമുള്ള സ്ഥലമല്ല. നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ
പിന്നെ ഫുഡ് സപ്ലൈ ചെയ്യുന്നവരായാലും എല്ലാം നമ്മളോട് നല്ല നീറ്റായിട്ടാണ് അവർ സംസാരിക്കുന്നതായാലും അവരുടെ പെരുമാറ്റമായാലും എല്ലാം നല്ല നീറ്റ് ആണ്. പിന്നെ നല്ല തിരക്കുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഫാമിലീസാണ് കൂടുതലും വരുന്നത്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. സാധനങ്ങൾക്കൊക്കെ ആയാലും എല്ലാം മിതമായിട്ടുള്ള റേറ്റുകളാണ്. ഒരുപാട് റേറ്റൊന്നും ഇല്ല. ഇതാണ് ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ്. അങ്ങനെ ഞങ്ങളും കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളും കഴിച്ചു. കരിമീൻ പൊള്ളിച്ചതും പിന്നെ വറ്റക്കറി, പിന്നെ പൊറോട്ട, പൊടിമീൻ ഫ്രൈ, കപ്പ വേവിച്ചത്, പാലപ്പം, ഇങ്ങനെ കുറേ ഐറ്റംസ് ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പം ഞങ്ങളിത് ഓർഡർ ചെയ്ത ശേഷം അതൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അതുപോലെ ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് കഴിക്കുന്നതിലായിരുന്നു ശ്രദ്ധ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വെണ്ടക്കാല എന്ന് പറഞ്ഞ ഷാപ്പിൽ വരാവുന്നതാണ്. ചങ്ങനാശ്ശേരിയിൽ 4 കോടിയിലാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് മടങ്ങുകയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.